പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനം പഠിക്കുവാനിടയാന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പണ്ട് പഴയ അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ലോർഡും അല്ലേ സ്തോത്രവും ഹല്ലേലൂയയും പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പോർഷൻ, ഇറ്റ് ഈസ് എ വേ ടു അക്നോളജ് ദാറ്റ് വി ആർ along with the prayer, we are along with the sermon. സോ ആക്റ്റീവായിട്ട് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നല്ല പോയിന്റ് പറഞ്ഞാൽ പ്രൈസിലോട് ഉറക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. ഗുഡ്. പ്രത്യേകിച്ച് എബിച്ചാൻ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ചുകൂടെ ആവേശമുണ്ട്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. മൂന്ന് സംഭവങ്ങളാണ് നമ്മളെ ഈ ആഴ്ച ഉലയ്ക്കുന്നത്. അതിലൊന്നാമത്തത് ഞായറാഴ്ചത്തെ അർജന്റീനയുടെ വലിയ തോൽവിയായിരുന്നു. അത് കേരളത്തെ മാത്രമല്ല കൊച്ചിയെയും തകർത്തു. പക്ഷേ വളരെ കലുഷിതമാണ്. രണ്ടാമത്തെ കാര്യം ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് അല്ലേ, നമ്മുടെ കുറേ കുഞ്ഞുങ്ങളും അവരെല്ലാം ദ പൊളിറ്റിക്കൽ സിനാരിയോ ഇസ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വെരി സ്കെയറി. പക്ഷെ മൂന്നാമത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം ഒന്ന് ന്യൂസ് നോക്കിയപ്പോൾ ഇറാൻ്റെയും US-ൻ്റെയും യുദ്ധത്തിൽ ഇറാൻ ഇന്ന് പീപ്പിൾ ഇൻഫ്രാസ്ട്രക്ചറിനെ അടിക്കാൻ തുടങ്ങി. അവരുടെ വെള്ളം കുടിക്കുന്ന പ്ലാന്റ്, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, ആളുകൾ താമസിക്കുന്ന പവർ പ്ലാന്റ്, ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ഇടുന്ന പവർ പ്ലാന്റുകൾ. അപ്പോൾ വേറൊരു വാർത്ത ഞാൻ അതിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ എനർജി കൺസേർവ് ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു മെസ്സേജ് കുവൈറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് പോയി. 50 ഡിഗ്രി ചൂടാണ് അവിടെ ദേശത്തെല്ലാം. അപ്പോൾ AC ഓഫ് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് ദേ ആർ സ്റ്റാർട്ടിങ് ടു. സോ ദി വേൾഡ് ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ്. ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് നമ്മുടെ എല്ലാം ഹൃദയത്തിനോട് വളരെ അടുത്താണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, എങ്ങനെ കാര്യങ്ങൾ അല്ലേ, ലോകം എന്ത് പെട്ടെന്നാണ് ഇൻ എ സ്പാൻ ഓഫ് എ ക്വിക്ക് മിനിറ്റ് ഡിസിഷൻസ് ഒക്കെ മാറുവാൻ പോകുന്നത്. ദൈവം ആ ഇടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവസഭയെയും ലോകത്തെയും ദൈവം പരിപാലിക്കട്ടെ. കർത്താവിൻ്റെ ഭദ്രമായ കരങ്ങളിൽ കേരളത്തിൽ വിശ്രമിപ്പാൻ നമുക്കിടയായി. നാളെ നമ്മുടെ അവസ്ഥയ്ക്ക് എന്തെന്നറിയില്ല. അതുകൊണ്ട് നിത്യതയിലേക്കുള്ള നമ്മുടെ ദീർഘമായ വഴിയിൽ ദൈവം നമ്മളെ ഈ പ്രദേശത്ത് പാലിക്കുന്നത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ച 1 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായി. അതിനുശേഷം കുറേ ആൾക്കാരുടെ ചോദ്യവും ഡിസ്കഷനും ഒക്കെ വന്നു. അപ്പോൾ ഞാൻ വേഗത്തിൽ അല്പം ധൃതിയിലാണ് കഴിഞ്ഞ ആഴ്ച അതൊന്ന് തീർത്തത്. ഞാൻ 1-2 പോയിന്റ് അവിടെ പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ തീർക്കാനുള്ള ധൃതിയിൽ ഞാനത് വിട്ടുപോകുന്നതാണ്. അപ്പം ഞാൻ വളരെ വേഗത്തിൽ അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. സോ കൊരിന്ത്യൻ സഭയുടെ വളരെ വേഗത്തിൽ 1 മിനിറ്റ് കൊണ്ട് ഞാൻ സമ്മറൈസ് ചെയ്യട്ടെ. Corinthian church is part of the Corinthian city, which is part of the Roman Empire, which is part of the Greek rule. കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് ശുശ്രൂഷ ചെയ്ത സ്ഥലം, സഭകൾ ഉണ്ടായി. 5 പ്രത്യേകമായ വിഷയങ്ങളാണ് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഡിവിഷൻസ് ഉണ്ട്. രണ്ടാമത്തെ വിഷയമാണ് സെക്ഷുവൽ പ്യൂരിറ്റി. മോർ ഓർ ലെസ് ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് സെക്സ്, മണി ആൻഡ് പവർ, റൈറ്റ്? And so we are dealing with 5, 6 and 7. And so chapter ഡിവിഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ അതൊരു പോപ്പുലാരിറ്റി കോണ്ടെക്സ്റ്റ് അല്ല. സഭ എന്ന് പറയുന്നത് ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ക്രിസ്തുവിൽ നിന്ന് നേതൃപാഠവും ലഭിച്ച് മുന്നോട്ട് പോകേണ്ട സ്ഥലം സഭകളാണ്. വ്യക്തികളിൽ അടിസ്ഥിതമല്ല, മാനുഷികമായ തത്വങ്ങളിൽ അടിസ്ഥിതമല്ല. ദൈവസഭ ദൈവവചനത്തിലും കർത്താവിൻ്റെ നേതൃത്വത്തിലും മാത്രം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് പഠിപ്പിച്ച് 4-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്നു, ഞാൻ വടിയെടുക്കണോ, ഞാൻ സ്നേഹിച്ച് പറയണോ, ഞാൻ എന്ത് മാർഗമെടുത്താലും നിങ്ങൾ നന്നായേ മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞാണ് 5-ാം അധ്യായം ആരംഭിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ചേർച്ച് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ അവിടെ വ്യക്തമായി ഉണ്ടായിരുന്ന ഒരു പാകപ്പിഴ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു മനുഷ്യൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയായിരിക്കുന്നവളുമായ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ ആ വ്യക്തിയെ പുറത്താക്കാതെ അവരുടെ ഡിസിപ്ലിനിൽ, ചേർച്ച് ഡിസിപ്ലിനിൽ വളരെ ലാഘവത്തോടെ നിന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പൗലോസ് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്, ഞാൻ ഓർപ്പിച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾ 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ആശംസ ഒന്ന് വായിക്കാമോ? 1 Corinthians 5 and verses 4. മതി. നിങ്ങളും മതി. നിങ്ങളും എൻ്റെ ആത്മാവും. അതെ. അപ്പോൾ അപ്പോസ്തലൻ
പിതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ അപ്പോസ്തലിക അധികാരത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സഭയുടെ ഫൗണ്ടർ ആയിരിക്കുന്ന ഒരാളിൻ്റെ പ്രസൻസിൽ ഒരു ലീവയും കൊടുക്കാതെ. അടുത്ത വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേർച്ച് ഡിസിപ്ലിനിൽ ഞാൻ മിസ്സായി പോയ ഒരു പോയിന്റ് ആണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയോടെ. സഭയിൽ ഡിസിപ്ലിൻ നടത്തുന്നത് വ്യക്തികൾ അല്ല, അല്ലേ? നമ്മൾ പലപ്പോഴും സഭയിൽ ഡിസിപ്ലിൻ നടത്തുമ്പോൾ ആ മൂപ്പൻ അദ്ദേഹത്തിന് എന്നോട് എന്തോ വൈരാഗ്യബുദ്ധി ഉണ്ടായിരുന്നു, ഈ ഫാക്ഷൻ നമ്മൾ വരും. ശരിയാണ്, ചില സന്ദർഭങ്ങളിൽ പാർഷ്യാലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് പൗലോസ് എന്താ പറയുന്നത്? ദൈവസഭ കൂടി വന്ന്, അല്ലേ, ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ആരെ പ്രതിനിധീകരിച്ച് അവർ ഡിസിപ്ലിൻ ചെയ്യുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്, ഒന്ന് വിത്ത് ദ പവർ ഓഫ് അവർ ലോർഡ് ജീസസ്, കർത്താവിൻ്റെ നാമത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യാപരിപ്പിക്കുന്ന ശക്തിയിലുമാണ് ഞാൻ ഈ സഹോദരനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, ഞാൻ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ചേർച്ച് ഡിസിപ്ലിൻ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ സഹോദരനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. പക്ഷെ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പിൽ നിന്ന് അദ്ദേഹത്തെ, ഈ പാപം ചെയ്ത വ്യക്തിയെ മാറ്റി നിർത്തി അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വവും അവിടെ ഉണ്ട്. ഇവിടെ അത് വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും പൗലോസിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇറ്റ് ഈസ് ടു ഹിസ് സ്പിരിച്വൽ വിക്ടറി. കാരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടത് ആകുന്നുവല്ലോ. സോ ചേർച്ച് ഡിസിപ്ലിൻ is for the spiritual benefit of the person and for the spiritual benefit of the community. അത് നടത്തുന്നത് വ്യക്തികളല്ല, സഭാ നേതൃത്വമല്ല, കേവലം സഭ മാത്രമല്ല, ക്രിസ്തു എന്ന ഭർത്താവ്, ക്രിസ്തു എന്ന തല, ക്രിസ്തു എന്ന സർവാധികാരിയുടെ പേരിലും നാമത്തിലും ശക്തിയിലുമാണ് സ്ഥലം സഭകളിൽ ചേർച്ച് ഡിസിപ്ലിൻസ് പാലിക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യത്തിൽ നാമും ഡിസിപ്ലിൻ ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തു ഡിസിപ്ലിൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കരുണ കാണിക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മളും കരുണ കാണിക്കണം. We do it on behalf of Jesus Christ. We do it in the power of our Lord Jesus Christ. And therefore, the church is absolutely essential for the church to realize that the boundary on which I do the church discipline should be within the terms and conditions prescribed by Jesus Christ himself through his word. Are you with me? The two sides of it. അഞ്ചാമത്തെ അധ്യായം അവിടെ പറഞ്ഞു, അശേഷം പുളിമാവ്, അല്ലേ, അശേഷം പുളി, it spoils the entire dough, and Paul talks about the person, and when he wraps up chapter 5, നിങ്ങളുടെ ഇടയിലുള്ള ദുഷ്ട മനുഷ്യനെ purge him out, take him out, അവനെ അങ്ങ് പ്ലക്ക് ചെയ്ത് കളയാനാണ് പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ആൻഡ് therefore ആ അധ്യായം അല്ലെങ്കിൽ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ച് 6-ാം അധ്യായത്തിലേക്ക് താൻ വേറൊരു വിഷയത്തിലേക്ക് താൻ കയറുകയാണ്. ഇൻ ചാപ്റ്റർ 5, 6 and 7, 6-ാമത്തെ ഈ 5, 6, 7 അധ്യായങ്ങളിലെ പരമപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് സെക്ഷുവൽ പ്യൂരിറ്റിയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം വേറൊരു വിഷയം കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചോദ്യം, ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറെന്താണ് ഒരു വിഷയം കൊണ്ടുവന്നതെന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് വരാം. ബട്ട് വി വിൽ റീഡ് chapter 6 verses 1 to 11 quite slowly. ആശംസ്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരമുണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം ആക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല.
നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദൈവം എന്ന വചനത്താൽ നമ്മെ സഹായിക്കട്ടെ. ഐ എം ഗോയിങ് ടു ഷോ യു എ ലിറ്റിൽ ഇലിസ്ട്രേഷൻ. ഇതൊരു കയറാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറുണ്ട്. ഒന്ന് there's a brown and there's a white color. All right? You might try to think what I'm trying to do. It's a very simple illustration. All right? മനുഷ്യൻ്റെ ആയുസ് എത്രയുണ്ട്? 80? ഏറെ ആയാൽ 80. കിട്ടിയ ഭാഗ്യം അല്ലേ? അതിൽ കൂടുതൽ കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണോ? ബോച്ചാൻ ഉടനെ ഒന്നും പോകണമെന്ന് തോന്നുന്നില്ല. I'm joking. Okay, so if you look at the lifespan of a man, okay, can you see this brown? Can you see this brown color? All right, കാണാമോ? എന്തോ യെല്ലോ. ഓക്കെ, സോറി, യെല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. അത് ഇനി നടന്നേ. ബാക്കിയുള്ളത് എന്താ? ബാക്കിയുള്ളത് എന്താ? ഇത് തീരുവോ? ഇത് എത്ര നാൾ ഓടണം? ഇത് എത്ര നാള് ഓടും? എത്ര അവസാനിക്കുവോ? ഒരു കാലത്തും അവസാനിക്കില്ല. ജെഫ്, താങ്ക് യു. ഞാൻ അടുത്തതിന് നിന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ലൈഫ് സ്പാൻ ഇൻ ദിസ് എർത്ത് ഇസ് വെരി ലിറ്റിൽ or not even worth comparing to the far greater duration of our eternity in heaven. Are you with me? നിത്യതയിൽ ഞാൻ ജീവിച്ചു തീർക്കേണ്ട ആയുസ്സിൻ്റെ വളരെ ചെറിയ അംശത്തിൽ ഒന്നേ ഉള്ളൂ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം. ആൻഡ് therefore വിശ്വാസികളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭയോട് ചേർന്ന അംഗങ്ങൾ പോട്ടെ, രക്ഷിക്കപ്പെട്ടവരാണോ? Our lifespan in this earth is also to be lived, at least by logical equation, against the light of the expanse of our life in eternity. മനസ്സിലാവുന്നുണ്ടോ? നിത്യതയിലാണ് എൻ്റെ ആയുസ്സിൻ്റെ എൻ്റെ 100% ഞാൻ ജീവിക്കുന്നെങ്കിൽ ഈ ഭൂമിയിലെ ഒരു അംശം എന്ന് പറയുന്നത് ഒന്നുമില്ല. And so every Christian, any topic that you take in 1 Corinthians, Paul has two aspects to it. One is the cross of our Lord Jesus Christ. Second, your journey is to eternity. And you come to chapter 6, you come to chapter 7, you come to chapter 8. In every chapter, he hits a bit of eternity. അപ്പൊ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്നെ ഒരുക്കുന്നെങ്കിൽ, are you with me? നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്നെ രക്ഷിക്കപ്പെടുത്തി തൻ്റെ കൃപയുടെ സുവിശേഷം എൻ്റെ ഹൃദയത്തിൽ നൽകി പാപബോധത്തിൽ നിന്ന് എന്നെ ഉയർത്തിയെടുത്തിട്ട് ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് എന്നെ ഒരുക്കുന്നെങ്കിൽ, ഈ ഭൂമിയിൽ ഞാൻ ഒരു ലൗകികനെ പോലെ ഈ ഭൂമിയിൽ തീരേണ്ട ആയുസ് പോലെ ജീവിച്ചാൽ, then the point in him preparing me for eternity is in vain. ഈ കയറിൻ്റെ അവസാനത്തെ അറ്റമുണ്ടല്ലോ, തീരാത്ത ദുഃഖത്തിലേക്ക് മനുഷ്യനെ. So life, decisions, choices, marriage, sex, money, power, church, leadership, whatever you do, if we don't do it with the vision that we are traveling to eternity and for eternity, everything is missing the point. And that's the same thing that Paul is trying to drive in 1 Corinthians chapter 6. What is the issue? സഹോദരന്മാർ തമ്മിൽ വഴക്കും കേസും വക്കീലും കോടതിയും ഒക്കെ ആയിട്ട് കൊരിന്ത്യ സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. We need to do a little bit of context. I will ask you a few questions. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞു ആ ക്വസ്റ്റ്യൻസ് ആദ്യം പറഞ്ഞത് പ്രയോജനമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് പറയാം. നിങ്ങൾക്ക് മനസ്സിൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ഗ്രീവിയൻസ്, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള പിണക്കം, ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ഇടപാടുകൾ, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ? ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി. ഓക്കെ. രണ്ട്, ഈസ് ഇറ്റ് നോർമൽ? It is normal, അല്ലേ? Because we are living in this world, we are living with our fleshly bodies and therefore it is normal. അങ്ങനെ ഒരു പ്രയാസം ഒരു സഹോദരൻ എന്നെ കബളിപ്പിച്ചാൽ കോടതിയുടെ
ഭാഗത്ത് പോകുന്നത് തെറ്റോ ശരിയോ? തെറ്റ്. 6-ാം അധ്യായം വായിച്ചത് കൊണ്ട് തെറ്റാന്ന് നമുക്കറിയാം. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം, സഭയിലുള്ള ഞാൻ കൂടി വരുന്ന സഭയിലുള്ള സഹോദരന്മാരുമായിട്ടുള്ള വിഷയത്തിൽ മാത്രമാണോ ഞാൻ കോടതി പോകാതിരിക്കേണ്ടത്? അതോ ഏത് ക്രിസ്തീയ വിശ്വാസിയുമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ കോടതി പോകാൻ പാടില്ലേ? ചോദ്യം. ഓക്കെ, വിശ്വാസിയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ കോടതി പോകണ്ട. ശരി, വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ കോടതി പോകാമോ? ബ്ലാങ്കറ്റ് ആയിട്ട് പോകാമോ അതോ സോഫ്റ്റ് അപ്രൂവൽ ആണോ? ഓക്കെ, ക്രിസ്ത്യൻ മിനിസ്ട്രിയും വേറൊരു ഞാനൊരു എക്സാമ്പിൾ പറയാം. കേരളത്തിലുള്ള ഒരു ക്രിസ്തീയ ട്രസ്റ്റ്, ഒരു മിനിസ്ട്രി, അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രി പൈസ എങ്ങോട്ട് അയച്ചു, മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല, കള്ളത്തരം കാണിച്ചു. ആ ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയെ കോടതി കയറ്റാമോ? ഉത്തരം വേണ്ട, പറയാം. ബട്ട് ഐ യു ഗെറ്റിംഗ് മൈ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അടുത്ത ചോദ്യം. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, 6-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളും പറയുന്നുണ്ട്, നിസ്സാരം വിഷയമാണ് ഈ സഹോദരന്മാർ തമ്മിലുള്ളത്. അപ്പൊ ഇതൊരു നിസ്സാര വിഷയമായിരുന്നോ അതോ സഹോദരന്മാരിൽ തമ്മിൽ നിത്യതയുടെ ആസ്പെക്റ്റിൽ ഇത് ചെറിയ വിഷയമാണോ? വലിയ വിഷയമാണെങ്കിൽ, ഇപ്പൊ ക്രിമിനൽ കേസാണെന്ന് വെച്ചോ, ഇപ്പം വേറൊരു സഹോദരനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയും. ഓക്കെ, കുറച്ചും കൂടെ ഗ്രീവിയൻസ് കുറഞ്ഞ ക്രിമിനൽ കേസാണെന്ന് വെച്ചാൽ, സിവിൽ കേസ് പോട്ടെ, മറ്റേ സ്ഥലം കിട്ടിയില്ല, മറ്റേ മതിലിന് സ്ഥലം കിട്ടിയില്ല, ഓക്കെ, ക്രിമിനൽ കേസ് ആണെങ്കിൽ കോടതി റീകോഴ്സിലേക്ക് എനിക്ക് പോകാമോ? ഓക്കെ, നമുക്കതിന്റെ സേ ഇല്ല, സർക്കാരാണ് സേ. ഓക്കെ, വരാം. സംബഡി ടേക്സ്, ഒരു സഭയിൽ 2 സഹോദരന്മാരല്ല 2 സഹോദരിമാർ തമ്മിൽ ബിസിനസ് നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി. ഒരു സഹോദരൻ സ്ഥിരമായിട്ട് പൈസ എടുത്തുകൊണ്ട് അടിച്ചു മാറ്റലാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കുകയാണ്. സഹോദരന്മാർ തമ്മിൽ സഭയിൽ കേസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം നിരന്തരമായിട്ട് ഇതാണ് പണി. ഇങ്ങനെയുള്ള സഹോദരനെ കോടതി കയറ്റാമോ? ഓക്കെ, പിന്നെ അടുത്തത്, പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്, കോടതിയും ഭൂമിയിലെ ജഡ്ജിമാരും സഭയ്ക്ക് മീതെയാണോ അതോ സഭ ഇവർക്ക് മീതെയാണോ? ഓക്കെ, ഫൈൻ. എനി അതർ ക്വസ്റ്റ്യൻസ്? കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, വിൽ ഡിസ്കസ് അറ്റ് ദി എൻഡ്. ഇത്രയും ചോദ്യങ്ങളെങ്കിലും നമ്മൾ ഉത്തരം നൽകണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നമുക്ക് വീണ്ടും. ഓക്കെ, സോ നൗ വാട്ട് ഈസ് ദി ഇഷ്യൂ? 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റും കൂടെ പറയട്ടെ. കൊരിന്ത്യ പട്ടണം ആളുകളുടെ ഒരു വലിയ കൂട്ടമായിരുന്നു, ടൂറിസം സെന്റർ ആയിരുന്നു, ബിസിനസ് സെന്റർ ആയിരുന്നു. സഹോദരന്മാർ തമ്മിൽ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, വിശ്വാസികൾ തമ്മിൽ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിടെയുള്ള സാധാരണക്കാർ അല്ലെങ്കിൽ എല്ലാവരും വാസ് ഇന്റർ കണക്റ്റഡ് വിത്ത് one another, and therefore it was a normal recourse. Now the Greek, യവനന്മാരുടെ ഒരു വലിയ വിഷയമായിരുന്നു ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിബേറ്റ്, അല്ലെ? ഫിലോസഫിക്കൽ ആർഗ്യുമെന്റും ഡിബേറ്റും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതൊരു എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കോടതികൾ അല്ലെങ്കിൽ ഈ ജൂറി സിസ്റ്റം വരുന്നത് തന്നെ ഈ റോമൻ എംപയറിൽ നിന്നാണ്. ആൻഡ് സോ ജൂറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 25-30 വയസ്സോ കഴിഞ്ഞാൽ ഉള്ള വ്യക്തികളെ ജൂറി സർവീസ് ചെയ്യണം എന്നുള്ളതൊരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു റോമൻ സിറ്റിസൻസിന്. So they would teach them about the Roman law and they would be part of the jury. ചില ജൂറി സിസ്റ്റം, എനിക്കൊന്ന് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കോടതികളിൽ നമ്മൾ ഒരു ജഡ്ജി അല്ലേ കണ്ടിട്ടുള്ളൂ, അത് നമ്മുടെ ജൂറി സിസ്റ്റം ഇല്ല, അല്ലേ? അമേരിക്കൻ സിസ്റ്റത്തിൽ, അമേരിക്കൻ കോടതികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യു വിൽ സി ദെർ ബി എ ജൂറി സിസ്റ്റം, റൈറ്റ്? അവിടെ റോമൻ സാമ്രാജ്യത്തിലും ഗ്രീക്ക് യവന സാമ്രാജ്യത്തിലും 10 പേര്, 100 പേര്, 1000 പേരടങ്ങുന്ന ജൂറി സിസ്റ്റം വരെ ഉണ്ടായിരുന്നു. സോ അവിടെ കോടതികളും സുപ്രീം കോടതികളും വക്കീലും ന്യായങ്ങളും അന്യായങ്ങളും വാദിച്ചെടുക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടും മാറി, അല്ലേ? വൈകുന്നേരം ജൂറി കേസിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് നമുക്ക് വാദിക്കാവുന്നേ എന്ന് പറയുന്നത്, വഴി കൂടെ ഒരുത്തും പോയി 2 പേര് തമ്മിൽ തർക്കമാണോ, നീ കേസ് ഫയൽ ചെയ്യും, നമുക്ക് നോക്കാവുന്നേ എന്ന് പറയുന്ന പോലത്തെ ഒരു എന്റർടൈൻമെന്റ് സിസ്റ്റമായിട്ട് എന്ത് മാറി? കോടതിയിൽ കേസ് കൊണ്ട് കൊടുക്കുന്നത് മാറി. അങ്ങനെ ഇരിക്കുന്ന ഒരു കൊരിന്ത്യൻ കൾച്ചർ, അങ്ങനെ ഇരിക്കുന്ന ഒരു ഏത്തനിക് കൾച്ചർ, അങ്ങനെ ഇരിക്കുന്ന ഒരു റോമൻ കൾച്ചറിലാണ് ഈ കൊരിന്ത്യ സഭ സ്ഥാപിക്കപ്പെടുന്നതും അവിടുത്തെ ആളുകളാണ് ഈ സഭയിലോട്ട് രക്ഷിക്കപ്പെട്ട് വന്നതും. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് കൊരിന്ത്യ സഭ നിലകൊള്ളുന്നത്. അങ്ങനെയാണ് പൗലോസ് അവിടെ ഉണ്ടായ ഈ പ്രശ്നത്തിന് പൗലോസ് ഒരു മറുപടി നൽകുന്നത്. Verse 6.
verse 1 of chapter 6. When one of you has a grievance against another, look at the tone. I want to notice few questions if you look at it. പൗലോസിന്റെ ചില ടോൺസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹൗ ഡെയർ യു ഗോ ടു ദ ലോ? എന്ത് ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രീക്ക് വേർഡിൽ ദി ഓഡാസിറ്റി, എന്ത് ചങ്കൂറ്റത്തിലാടാ നീ കോടതിയിൽ പോയെന്നുള്ള കൊളോക്കിയൽ ഭാഷ. അതിനുശേഷമുള്ള പൗലോസിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഭക്തന്മാരിന് പകരം അനീതി കെട്ടവരുടെ അടുക്കിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വ്യവഹാരവുമായി പോകുന്നത് എന്ത്? വൈ ഡു യു ഗോ ടു ദി അൺറൈച്ചസ് ബിഫോർ ദ സെയിൻസ്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, അല്ലെങ്കിൽ ഈ ഡു യു നോട്ട് നോ എന്ന് പറയുന്ന ഈ ഫ്രേസ്, നിങ്ങൾക്ക് അറിയത്തില്ലയോ, നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയുന്ന ഫ്രേസ് ഈ അധ്യായത്തിൽ 6 തവണ വരുന്നുണ്ട്. ഈ ഭാഗത്ത് തന്നെ 3 തവണ വരുന്നുണ്ട്. എന്താ ഇപ്പോൾ ചോദിക്കുന്നത്? ഡു യു നോട്ട് നോ ദാറ്റ് ദ സെയിൻസ് വിൽ ജഡ്ജ് ദ വേൾഡ്. മലയാളത്തിൽ അതെങ്ങനെയായിരുന്നു? നാം വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? രണ്ടാമത്തെ ഡു യു നോട്ട് നോ. ഡു യു നോട്ട് നോ ദാറ്റ് വി ആർ ടു ജഡ്ജ് ഏഞ്ചൽസ്. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദെൻ 4-ാമത്തെ വാക്യത്തിൽ അടുത്ത ചോദ്യം, അങ്ങനെ ഇരിക്കെ 4-ാമത്തെ, എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിക്കുവാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? സഭയിൽ ഒരു സ്ഥാനവുമില്ലാത്ത, സഭയുമായി ഒരു ബന്ധവുമില്ലാത്തവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ കേസ് എന്തിന് കൊണ്ടുപോകുന്നു? തീർന്നില്ല. അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ പൗലോസിന്റെ ടോൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അല്പം പൗലോസ് മനഃപൂർവ്വം തരം താഴ്ത്തുന്നതല്ല, നാണമില്ലേടാ എന്ന് നമ്മൾ ചോദിക്കത്തില്ല മലയാളത്തില്, അതുപോലത്തെ ചോദ്യം. ഐ സേ ദിസ് ടു യുവർ ഷെയിം. അല്ല സഹോദരന്മാർ, സഹോദരൻ വിവരിക്കുന്നത് അതും അവിശ്വാസികളുടെ, അത് മലയാളത്തിൽ എങ്ങനെ? നിങ്ങളുടെ ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നത് തന്നെ നിനക്ക് ലജ്ജയാണ്. നിനക്ക് ലജ്ജയുണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, നീ ലജ്ജിച്ചിരിക്കുന്നു, അത് എന്നെ കൊണ്ട് തന്നെ ചോദിക്കുന്നതിൽ നിനക്ക് ലജ്ജയായി. ഡു യു നോട്ട് ഹാവ് ഷെയിം? അടുത്ത ചോദ്യം കുറച്ചും കൂടെ കടികട്ടിയാ. നിന്റെ ഇടയിൽ ഇതുപോലൊരു കേസ് വാദിക്കാൻ ബുദ്ധിയുള്ള ഒരുത്തൻ ഇല്ലേ? പരിജ്ഞാനമുള്ള ഒരുത്തൻ മതി അല്ലേ? Can it be there is no one among you that is wise enough to handle this issue? But brother goes to law against brothers, and that before unbelievers. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ ചോദ്യങ്ങൾ മാറുകയാണ്. Why not suffer wrong? Why not be defrauded? എന്ന് പറഞ്ഞ് നോക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ വീണ്ടും do you not know that the unrighteous will not inherit the kingdom of God? He's changing the tone from the brother who's been defrauded to the guy who's defrauded him. Do you not know that the unrighteous will not inherit the kingdom of God? So do you see there are almost 6 rhetorical questions and 3 obvious questions that Paul asks. എല്ലാം ഏകദേശം ഒരു 12 ചോദ്യങ്ങളാണ് പൗലോസ് ഈ 9 വാക്യത്തിൽ ചോദിക്കുന്നത്. അതറിയത്തില്ലോ, നിങ്ങൾക്ക് ഇത് അറിയത്തില്ലോ? So we'll go with it one by one. Okay, so what is the issue? There is obviously a problem between 2 brothers. We don't know if it is exactly 2 or we don't know if it's a multiple party case. അല്ലേ, അമേരിക്കയിലൊക്കെ ക്ലാസ് ആക്ഷൻ ലോ സൂട്ട് എന്ന് പറയുന്നല്ലോ, ഒരാൾ അഗേൻസ്റ്റ് 1000 പേര്. We don't know what was the number of people involved, but it's definitely a minimum of 2. And then he says, നിങ്ങൾക്ക് തമ്മിൽ ഗ്രീവിയൻസ് ഉണ്ട്. ഗ്രീവിയൻസ് ഉണ്ടായത് കൊണ്ട് പൗലോസ് അവരെ കുറ്റം പറയുന്നില്ല. അങ്ങനെ ആ ഗ്രീവിയൻസ് കൊണ്ട് നിങ്ങൾ അനീതി കെട്ടവരുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകുന്നതുണ്ട്. സോ ഞാൻ ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഹൗ ഡെയർ യു ഗോ ടു ദ ലോ? അപ്പൊ പെട്ടെന്ന് ഞാനും ഒന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ടോൺ നോക്കും, ഞാനും ഞെട്ടി. അപ്പൊ കോടതി പോകാനേ പറ്റില്ലേ? വാട്ട് ഈസ് ഹി ആസ്കിങ്? 2 സഹോദരന്മാർ. സോ നൗ ദ കോണ്ടെക്സ്റ്റ് ഇസ് വെരി ക്ലിയർ. ഇറ്റ് ഈസ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് ദ ചർച്ച് or is it within the boundary of Christian community? It is not clear in this text, but definitely it is spoken to the Corinthian church. So the immediate context is within the church. All right, so churchinte agathe 2 സഹോദരന്മാർ തമ്മിലുള്ള ഇഷ്യൂവിൽ നിങ്ങൾക്കത് സെറ്റിൽ ചെയ്യാൻ കഴിയാതെ അങ്ങോട്ട് പോകാൻ പാടില്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, ഒന്ന് ബിഫോർ ദി അൺറൈച്ചസ്. ഒറിജിനൽ ഭാഷയിൽ
അൺജസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ നീതി തരുവാൻ കഴിയാത്ത ആളുകൾ. സത്യം പറഞ്ഞാൽ കോടതിയിൽ എന്തിനാ പോകുന്നേ? നീതിക്ക് വേണ്ടിയല്ലേ, അല്ലേ? നമ്മുടെ ഇടയിൽ നീതി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട്, നമുക്ക് തമ്മിൽ സെറ്റിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, നീതിയോടെ ഈ കാര്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കോടതിയിൽ ഒരാളുടെ അടുത്ത് പോകുന്നത്. അപ്പൊ കോടതിയിലുള്ളവരെ പൗലോസ് ജഡ്ജിമാരെ നീതികെട്ടവരെന്നാണോ വിളിക്കുന്നത്? ഒരിക്കലുമല്ല. ഹി ഈസ് നോട്ട് intending that the judges or the people are unjust. Yes, there might be partiality, but what Paul is trying to say is unsaved, unrighteous, ദൈവത്താൽ നീതീകരിക്കപ്പെടാത്ത, ദൈവത്തിൻ്റെ പരിജ്ഞാനമില്ലാത്ത, ദൈവത്തിൻ്റെ കൃപയില്ലാത്ത അനീതികെട്ടവന്മാരുടെ അടുക്കിലേക്ക് നീതികെട്ടവർ കേസ് കൊണ്ടുപോകുന്നത് ദൈവസന്നിധിയിൽ ശരിയല്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത് താൻ പറയുന്നത്, ഹീസ് ടേക്കിംഗ് അവർ ലൈഫ് ഫ്രം ദിസ് വേൾഡ് ടു ദ റെൽം ഓഫ് ഇറ്റേണിറ്റി. അടുത്ത ചോദ്യം എത്ര ബ്യൂട്ടിഫുൾ ആണ്. പൗലോസ് എന്താ, ഡു യു നോട്ട് നോ that the saints will judge the, നമ്മൾ ഈ ഭൂമിയെ അല്ല, ലോകത്തെ ഭരിക്കുവാൻ അല്ല, നീതിയോടെ ന്യായം വിധിക്കാനായിട്ട് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയത്തില്ലേ എന്നാണ് ചോദിച്ചത്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ കൂടെ ഭരിക്കാൻ വരുമ്പോൾ നാം ആയിരിക്കും കോടതിയും, നാം ആയിരിക്കും ജസ്റ്റിസും, നാം ആയിരിക്കും who's going to divide between people or rule between people and give out predicaments of judgment to the entire world. And so Paul is saying, എടാ, ഭാവിയിൽ നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ സിംഹാസനത്തിൽ നീയാണ് കേസ് വിധിക്കാൻ പോകുന്നത്, നീയാണ് അവിടെ ജഡ്ജിയായിട്ടിരിക്കാൻ പോകുന്നത്. അപ്പം നിനക്ക് ഈ ലോകത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് നീതികെട്ടവരുടെ കയ്യിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടോ? നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി, why will we judge the world and how will we judge the world? എങ്ങനെയായിരിക്കും? I'm just going to give you a theological way to do it. നമ്മൾ സ്വർഗത്തിൽ ചെന്നു കർത്താവിൻ്റെ കൂടെ നമ്മൾ ഈ ലോകത്തെ വിധിച്ചു, അല്ലെങ്കിൽ നമ്മളെല്ലാം കോടതി മുറി ഇരിക്കുകയെന്നൊന്ന് അനുമാനിക്കുക. നമ്മൾ എങ്ങനെയായിരിക്കും വിധിക്കുന്നത്? നമ്മുടെ ലോജിക്കൽ കൊണ്ടാണോ വിധിക്കാൻ പോകുന്നത്? How will we do it? From the Bible, given by the wisdom of God, under the rule and authoritarian rule of who? Of Jesus Christ himself. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും ദൈവവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ലോകത്തെ വിധിക്കുവാൻ പോകുന്നെങ്കിൽ അതൊക്കെ കയ്യിൽ ഇപ്പം ഇല്ലേ എന്നുള്ളതാണ് പൗലോസ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ലേ. ഭാവിയിൽ നിങ്ങൾ വിധിക്കാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ ദൈവസഭയിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ വചനവും, are you getting what I'm trying to say? If you are going to judge the world, then why, according to God's word, then why not on this earth? Next question. Sorry. നമ്മൾ ഈ ലോകത്തെ ഭരിക്കുന്നുള്ള വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, സിംഹാസനങ്ങളെയും ഞാൻ കണ്ടു, അവയിൽ അവർ ഇരുന്നു, അവർക്ക് ന്യായവിധി അധികാരം ലഭിച്ചു, അവർ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ 1000 സംവത്സരം വാണു. നമ്മളെ പറ്റിയാണ് പറയുന്നത്, പുതിയ നിയമസഭയെ പറ്റിയാണ് പറയുന്നത്. കർത്താവിൻ്റെ സിംഹാസനം വന്നപ്പോൾ നമ്മളെയും ആ സിംഹാസനത്തിന് അടുക്കൽ കൊണ്ടിരുത്തി. എന്നിട്ട് പറയുകയാണ്, അവർക്ക് ന്യായവിധി അധികാരം ലഭിച്ചു. ജഡ്ജ് ചെയ്യുവാനുള്ള അതോറിറ്റി ക്രിസ്തു നമുക്ക് റെപ്രസെൻറ്റേറ്റീവായിട്ട് തരുന്നു. അവർ ജീവിച്ച് ക്രിസ്തുവിനോട് കൂടെ 1000 സംവത്സരമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-27 നിങ്ങൾ വായിക്കുന്നത്, ജയിക്കുന്നവനും അവസാനത്തോളം എൻ്റെ പ്രവൃത്തികളെ കാത്തുകൊള്ളുന്നവനും ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. I will be given executive authority above all nations when I rule with Jesus Christ. അപ്പോൾ ദൈവസഭയിലെ അംഗങ്ങൾ, വിശ്വാസികളായി രക്ഷിക്കപ്പെട്ട നമുക്ക് സ്വർഗസിംഹാസനത്തിൻ്റെ കൂടെ സിംഹാസനം എടുത്തിട്ട് ലോകത്തെ ഭരിക്കുവാനുള്ള അധികാരം ദൈവം ഈ മനുഷ്യ ജഡത്തിന് നൽകുവാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കെ Paul is trying to bring the gravity of the issue between two brothers.
So what Paul is trying to essentially say, അങ്ങനെ ഭരിക്കുവാൻ പോകുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ മറ്റുള്ളവർ കാണുക നിങ്ങളുടെ ഡേർട്ടി ലോണ്ട്രി കാണിക്കുന്നത്, why do you hang your laundry out for everyone to see? The next question, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ കമൻട്രി ഒക്കെ നോക്കിയിട്ടും എങ്ങും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടില്ല. ഡു യു നോട്ട് നോ ദാറ്റ് ദ സെയിൻസ് വിൽ ജഡ്ജ് ദ വേൾഡ്, ആൻഡ് ഇഫ് ദ വേൾഡ് ഇസ് ടു ബി ജഡ്ജ്ഡ് ബൈ യു, ആർ യു ഇൻകോമ്പിറ്റന്റ് ടു ട്രൈ ട്രിവിയൽ കേസസ്? ഐ തിങ്ക് ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഡു യു നോട്ട് നോ ദാറ്റ് വി ആർ ടു ജഡ്ജ് ഏഞ്ചൽസ്? ദൂതന്മാരെ ഭരിക്കാനുള്ള അധികാരവും ആർക്ക് നൽകുക? വിധിക്കാൻ നമുക്ക് നൽകുക. ഇവിടെ ജഡ്ജ് ഏഞ്ചൽസ് എന്ന് പറയുമ്പം ഇറ്റ് മൈറ്റ് നോട്ട് ബി ദ വൺ ദാറ്റ് വാസ് വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓർ it might not be the good ones. It may be definitely the demonic angels and the devilish angels, or those with Satan and his party. പക്ഷെ ആ ദൂതന്മാരെ കൂടെ ഭരിക്കാൻ കഴിയുമെന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഐ വെന്റ് ആൻഡ് സെർച്ച്ഡ്, ആൻഡ് എവ്രിവൺ അക്രോസ് ദ സ്ക്രിപ്ചർ we don't see an explicit, there is one line, but we don't see an explicit way on how this is going to be executed. എപ്പോഴാണ് ഈ ദൂതന്മാരെ വിധിക്കുവാനായിട്ടുള്ള അധികാരം സഭയ്ക്ക് ലഭിക്കുക എന്നുള്ളതും എങ്ങനെയാണ് അത് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി വേദപുസ്തകത്തിലില്ല. പറഞ്ഞു വെച്ചാ to rule or govern. Krino, yes. So the original word is called krino. It means that we are going to rule or govern the angels. So there are two thoughts to it. Golija. One is, since he's talking about the governance structure post the world, അല്ലെങ്കിൽ നിത്യതയിലുള്ള governance structure ആയതുകൊണ്ട് most of them subscribe that we might be in control of all the angels. അതായത് some people say that ഈ rule and govern ന്റെ വാക്ക് ഉപയോഗിച്ചിട്ട് they are trying to say that we are going to be in control of all the angelic beings of heaven. Angels നമ്മുടെ ശുശ്രൂഷകന്മാരാണ്, പക്ഷേ by nature they are more powerful and strengthened than us. So they are saying that ഗോളിച്ചൻ പറഞ്ഞ പോലെ by ruling or governing ന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എല്ലാ ദൂതന്മാരും നമ്മുടെ അധികാരത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ സെയിങ് ദാറ്റ് ഡീമോണിക് അല്ലെങ്കിൽ ഡെവിലിഷ് ഏഞ്ചൽസിനെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ക്രിസ്തുവിന്റെ അധികാരത്തിൽ പങ്കാളികളാകും എന്നുള്ള ഒരു അർത്ഥം കൂടെ ഉണ്ട്. ഏതാണെന്നുള്ളത് വേദപുസ്തകത്തിൽ വ്യക്തമല്ലാത്തത് കൊണ്ട് ഒറ്റ കാര്യം പറയാം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിയസ്. മനസ്സിലായോ? അത് മഹത്വകരമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെക്കാൾ ശക്തന്മാരായ ദൂതന്മാരെ ഈ ജഡം വിധിക്കുവാൻ പോകുന്ന ആ കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട്, അല്ലേ? നമ്മൾക്ക് കണ്ടിട്ട് പോലും ഇല്ല, അല്ലേ? ഗബ്രിയേലിന്റെ ഒക്കെ ശക്തി നമുക്ക് അറിയത്തില്ല, അല്ലേ? നമുക്കതിൻ്റെ ഒരു അംശം പോലും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തു തന്നെ ആയാലും ദൈവസിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കുന്ന ദൂതന്മാരായിക്കൊള്ളട്ടെ, ദൈവത്തിൽ നിന്ന് മറുതലിച്ച ദൂതന്മാരായിക്കൊള്ളട്ടെ, ആരെ ഭരിക്കാൻ തന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്ലോറിയസ് ഇവന്റ്. Can you imagine judging an angel? But we are going to judge the angel with the wisdom and the true eternal word that is in our hand. And so the measure in how we are going to judge them is with us already. So it is going to be glorious. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. Now my point, what Paul is trying to say, അങ്ങനെ നിങ്ങൾ ഭരിക്കുവാൻ പോകുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോടതി കയറേണ്ട ആവശ്യം ഉണ്ടോ? Are you getting the gravity in which is driving it? Very beautifully Paul is putting in theology, he's putting in eternity, he's putting in timeline, and then he's looking at the magnanimity of our eternal life, and he's comparing the tiny little bit on this earth, and he's saying, is it relevant? Now look at how he goes. If you have such cases, how much more than matters pertaining to this life? How much more? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് മെറ്റിജ എന്നാണ്. എന്ന് വെച്ചാൽ ഇത്രയും വലിയ മാഗ്നാമിറ്റിയിൽ നിങ്ങൾ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ പോവുകയാണെങ്കിൽ, ദൂതന്മാരെ ഭരിക്കാൻ പോവുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഈ ഭൂമിയിലെ ഹൗ മച്ച് മോർ ദാൻ മാറ്റേഴ്സ് ടു ദിസ്
ഈ ഐഹിക ജീവിതകാലം, ഈ അല്പകാലത്തേക്കുള്ള ഈ തീയിൽ ചുടവാൻ പോകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ആ കോടതി കയറുന്നത്? അല്ലേ? വൈ, ഹൗ മച്ച് മോർ ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈൻ ഓഫ് ദിസ്? നെക്സ്റ്റ് വാക്യം, ഇഫ് യു ഹാവ് സച്ച് കേസസ്. ഓക്കെ, പൗലോസ് പറയാണ്, അടിയുണ്ടായി, പ്രയാസമുണ്ടായി, സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകാതിരിക്കത്തില്ല, പ്രശ്നമുണ്ടായി. അങ്ങനെ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത ചോദ്യം, why do you lay them before those who have no standing in the church? ഭൂമിയിലെ കോടതികൾക്ക് പൗലോസ് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ? ഈ ഭാഗം റെക്കോർഡ് ചെയ്യാതിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലത്. ലെറ്റ് us assume an SC നേതാം, സുപ്രീം കോർട്ട്. ഓക്കെ, ഫോർ this thing, Paul is saying the Supreme Court is unrighteous. Okay, Paul is saying the Supreme Court has no standing in the church. So now tell me, is the church supreme to the court? It is. Another question. കഴിഞ്ഞ ഒരു 3-4 വർഷം ആയിട്ടേ ഉള്ളൂ സുപ്രീം കോടതിയിൽ എനിക്കൊരല്പം ഒരു ഭ്രാന്തുണ്ട് ഇതുപോലത്തെ ഈ ഡിബേറ്റ്സ് കാണാൻ വേണ്ടി. സുപ്രീം കോടതിയിലെ വീഡിയോസ്, കോടതി വക്കീലിൻ്റെ ഹിയറിങ്സ് ഇപ്പം സുപ്രീം കോടതി ലൈവാണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പം പ്രത്യേകിച്ച് മറ്റേ പഴയ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇരുന്ന്, ചന്ദ്രചൂഡൊക്കെ ഇരുന്ന് ബെഞ്ചൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. വേ ദ ആർഗ്യുമെൻറ്റ്, അവർ വക്കീലുമാർ നോട്ടീസ് ചെയ്യുന്ന ഒരു വിഷയമൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ കുറേ മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കാണാം, ഭയങ്കര ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ദ വേ ദ ജൂറി ഡസ് ഇറ്റ് ഓൾസോ ഇസ് എക്സംപ്ലറി. എന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അവരുടെ ഭാഷയും വരുന്ന രീതിയും പ്രോസസ്സ് ഫോളോ ചെയ്യാത്ത എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നൗ ഇമാജിൻ പീറ്റർ ഈസ് ദി എൽഡർ ഓഫ് ദിസ് ചർച്ച്. നമ്മുടെ ജോമോച്ചാനല്ല, ജോമോച്ചാൻ വലിയ ആളാണ്. മുക്കുവനായ പത്രോസ്, ഓക്കെ, മുക്കുവനായ പത്രോസ് നമ്മുടെ സഭയിലെ മൂപ്പനാന്ന് വെച്ചോ. ഞാൻ മുക്കുവനായ പത്രോസിൻ്റെ അടുത്ത് പോകുമോ, ചീഫ് ജസ്റ്റിസ് ആയ ചന്ദ്രചൂഡിൻ്റെ അടുത്ത് എൻ്റെ കേസിന് പോവോ? Are you getting the comparison? Are you with me? Are you getting my point? Will I go to a more competent person by worldly means, or will I go to the elder of the church? You know what Paul is saying? Let me draw a mathematical equation. Paul is saying the least in your church, okay, who is saved, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിജ്ഞാനമുള്ള ആൾ is much greater than your biggest judge in the world. Do you know the gravity of where we stand? ദൈവസഭയുടെ മൂല്യം നാം മനസ്സിലാക്കുന്നുണ്ടോ? Brothers and sisters, young boys and girls, this is not a social club. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നിത്യമായ വചനം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന ദൈവസഭയുടെ അംഗങ്ങളെന്ന് പറയുന്നത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാർ എന്ന് പറയുന്നത്, സഭാ നേതൃത്വം എന്ന് പറയുന്നത് അല്ല. സഭയിലെ ഓരോ അംഗത്തിനും ദൈവത്തിൻ്റെ പരിജ്ഞാനവും വചനവും ദൈവം നിറച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ, Paul is saying these people are more competent than your best judge. Okay, now moving on. Why do you lay them? അടുത്ത വാക്യം, 5-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായാണ്. It is to your shame. നിനക്ക് നാണക്കേട് വരാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? നമ്മളുടെ ഇടയിൽ പ്രാപ്തന്മാരായ ജ്ഞാനികൾ ഇല്ലയോ? ചിലർ പറയും ആരും ഇല്ലയെന്ന് പറയും, അല്ലേ? And that is why I told this example just before. ഒരു പ്രാപ്തിയും വേണ്ട, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, ദൈവത്തിൻ്റെ പരിജ്ഞാനമുള്ള ആളാണോ, ദൈവവചനം അനുശാസിക്കുന്ന വ്യക്തിയാണോ, he is more competent than the best in the world. And so then Paul is, look at the tone that Paul is using. One, how dare you go? It is to your shame. നിങ്ങളുടെ ഇടയിൽ പരിജ്ഞാനികൾ ആരുമില്ലേ? ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകുന്നു. ഈ കോടതിയുടെ ഈ കേസ് $25 കേസായിരുന്നോ, 5000 രൂപയുടെ കേസായിരുന്നു, 1 ലക്ഷം രൂപയുടെ കേസായിരുന്നു, 1 കോടിയുടെ കേസാണോ, 10 കോടിയുടെ ആണോ, 1000 കോടിയുടെ ആണോ, നമുക്ക്
അറിയാൻ മേല. എനിക്കൊന്ന് പരിശുദ്ധാത്മാവ് മനഃപൂർവ്വം നൽകിയതാണ്, ഒരു ഇൻഫർമേഷനും നൽകിയില്ല അതിനെപ്പറ്റി. Paul is saying this is so trivial. If you should be able to solve within your church, there should be people wise enough in your church that you should go to. And when he says that you go to your people in church, he's also saying that you should be willing to submit to their judgment. അല്ലേ? നമ്മൾ ഒരാളുടെ അടുത്ത് പോയി, ഓ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, അങ്ങനെയല്ല വാദം. I should be willing to accept the ruling of the church or the church leadership. Are you with me? I'm giving you two facets of it. Okay, moving forward. Now Paul is talking, there is one രസകരമായ ഒരു കാര്യം. പൗലോസ് ഈ ഭാഷ ഉപയോഗിക്കുമ്പോണ്ടല്ലോ, പൗലോസ് കോടതിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണോ ചോദ്യങ്ങളായിരിക്കുമോ? സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ചോദ്യങ്ങളുമായിരിക്കും അല്ലേ? അതേ മാർഗത്തിൽ തന്നെ പൗലോസ് ഇവിടെ ഡിബേറ്റ് തുടങ്ങുകയാണ്. അടുത്ത വാക്യം, ടു ഹാവ് ലോ സൂട്ട്സ് അറ്റ് ഓൾ. നൗ ജയിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ കോടതിയിൽ പോയത് അല്ലേ? നിങ്ങൾ ഒരു സഹോദരനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി, ആ സഹോദരൻ നിങ്ങളെ ചതിച്ചു അല്ലെ പറ്റിച്ചു, അല്ലെ നിങ്ങൾക്ക് പ്രയാസമുണ്ടായി, അല്ലെങ്കിൽ മറ്റേ സഹോദരനെ ചതിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു, വാട്ട് എവർ ദ കേസസ്. അപ്പം നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഫണ്ടമെൻ്റൽ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ സഹോദരനെതിരെ കേസുമായി പോയി. നിങ്ങളുടെ ആവശ്യം എന്താ? ആ സഹോദരനെതിരെ ജയം നിങ്ങൾക്ക് വേണം അല്ലേ? യു ആർ ഓൾവേസ് ഗോയിങ് ടു ദ കോർട്ട് ഫോർ വാട്ട്? തോക്കാൻ വേണ്ടി ആരെങ്കിലും കോടതി കേസ് കൊടുക്കുമോ? ആരും കേസ് കൊടുക്കുന്നില്ല. പിന്നെ ചുമ്മാ പേരിന് കേസ് കൊടുക്കുന്ന ഹരമുള്ള കുറേ പേരുണ്ട്. പക്ഷേ അല്ലേ, കോടതിയിൽ ജയിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുക്കുന്നത്. കോടതിയിൽ ജയിക്കാൻ വേണ്ടി കേസ് കൊടുക്കാൻ പോകുന്ന സഹോദരനോട് പൗലോസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? എന്താ പറയുന്നത്? നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മ ആകുന്നു. അതിൻ്റെ ഒറിജിനൽ വേർഡ് ഡിഫീറ്റ് എന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് to have lawsuits at all with one another is already a defeat for കോടതിയിൽ ജയിക്കാൻ പോയ നീ ഓൾറെഡി തോറ്റു. ഇനി നിനക്ക് എന്ത് ജയം ഭൂമിയിൽ കിട്ടിയെന്ന് പറഞ്ഞാലും ദൈവസഭയുടെ മുമ്പാകെ, ദൈവം എന്ന ന്യായാധിപതിയുടെ മുമ്പാകെ നീ തോറ്റു. നീ ജയിക്കണ്ട. ഇനി നീ ജയിച്ചിട്ടും കാര്യമില്ല, നീ തോറ്റുപോയവനാണ്. അടുത്ത ചോദ്യമാണ് കുറച്ചും കൂടെ അവിടെ നമ്മുടെ ജഡത്തെ പ്രക്ക് ചെയ്യുന്ന ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. Look at what he asks. Why not rather suffer wrong? Why not rather be defrauded? മലയാളത്തിൽ അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് തന്നെ കേവലം പറയും. അതിന് പകരം നിങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ തോറ്റെങ്കിൽ അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത്. കർത്താവെ, ഒന്നാതെ ചതിച്ച് അല്ലേ, ഒന്നാതെ പണി വന്നു, ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇത് സഹിക്കണമെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പൗലോസ് എന്താ പറയുന്നത്? യു ഹാവ് ടു സഫർ. കോടതി പോകുന്നതിനെക്കാട്ടി ഭേദം നഷ്ടം. ഞാനിതങ്ങോട്ട് വായിച്ചിട്ട് എനിക്കങ്ങോട്ട് അല്ലേ, നമ്മുടെ മറ്റേ ഫൈനാൻഷ്യൽ മൈൻഡും അക്കൗണ്ടിങ് മൈൻഡും വെച്ച് നമുക്കിതൊന്നും ഇത് ടാലി ആവുന്നില്ല. ഈ പ്രോസസ്സ് വി ആർ നോട്ട് ഏബിൾ ടു swallow it. Our pride is so difficult to swallow it. സമയം കഴിയാറായല്ലോ. It's so difficult to swallow it. Paul is saying, എടാ, കോടതി പോകുന്നതിനെക്കാട്ടി നല്ലത് നീ നഷ്ടം അനുഭവിക്കുന്നതാണ്, കഷ്ടം അനുഭവിക്കുന്നതാണ്. വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്? സെക്ഷൽ ഇമ്മോറാലിറ്റി കൊണ്ട് സഭയിൽ ഒരു സഹോദരനെ ഡിസിപ്ലിൻ ചെയ്യാത്ത സ്ഥലം സഭയിൽ ആ സഹോദരനെ നീക്കം ചെയ്യാനായിട്ടുള്ള പൗലോസിന്റെ കാരണം എന്താ? That the testimony of the church is absolutely critical. അതേപോലെ തന്നെയാണ് രണ്ട് സഹോദരന്മാർ തമ്മിൽ സഭയിൽ കോടതിയിലേക്ക് പോകുമ്പോൾ ലോകത്തിൻ്റെ മുൻപാകെ നിങ്ങൾ പ്രഹസനമായിട്ട് പോകുന്നു, നിങ്ങൾ പരാജിതരായി പോകുന്നു, ഈ ദൈവസഭയുടെ മൂല്യം നിങ്ങൾ കളയുന്നു, ഭക്തന്മാരുടെ പേരിന് നിങ്ങൾ ദോഷം വരുത്തുന്നു, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കുവാൻ പോകുന്നവരാണ്, ലോകത്തെ ഭരിക്കുവാൻ പോകുന്നവരാണ്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്ന നീ എന്ന് നാട്ടുകാരുടെ മുൻപിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കോടതിയിൽ കയറ്റുന്നത് ദൈവസന്നിധിയിൽ പരാജയമെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നഷ്ടം സഹിച്ച് സഭയിൽ ഇരുന്ന് പോയിക്കൊള്ളുക. അപ്പൊ എന്റെ ചോദ്യം, പൗലോസ്, അപ്പൊ നമുക്ക് ന്യായം വേണ്ടേ അല്ലേ? നമുക്കൊരു ന്യായമുണ്ടല്ലോ. പൗലോസ് പറയുന്നുണ്ടല്ലോ, സഹോബയിലെ സഹോദരന്മാരിൽ പരിജ്ഞാനികൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കേസിന് പൊയ്ക്കോളാൻ പറയുന്നുണ്ടല്ലോ. But what Paul is saying is, even if you do not get any recourse from the church,
you rather suffer. Are you with me? Look at the language. You have people in the church to solve the issue. Now imagine they solve the issue. You are not happy. You rather suffer wrong. Imagine they're not able to solve the issue. Don't go to court. You suffer loss. Don't take the church for a ride. Don't play with the testimony of the church. Don't play with the testimony of your eternity. Don't touch it. എന്തൊരു ഡിഫിക്കൽട്ട് ആണല്ലേ. Why not rather suffer wrong? ഞാൻ വിചാരിച്ചു, now imagine there are two brothers. One who suffered wrong. Okay, let's imagine one who suffered wrong. Brother A. Now brother B. ഇയാളുടെ സ്ഥിരം പണി പറ്റിക്കുക എന്നുള്ളതാണ്. ഇയാളുടെ സ്ഥിരം പണി, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ പോയിന്റ് സ്കിപ്പ് ചെയ്യാണ്. പക്ഷെ ഇയാളുടെ പണി പറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇയാളെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അടുത്ത വാക്യം 9-ാം വാക്യം. Paul is now changing the language. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. Now he is talking to the brother who is also doing unrighteous acts in the church. Are you with me? There is a brother who has been wronged. 1, 2, 3 സഹോദരന്മാർക്ക് ചിലപ്പം അനീതി സംഭവിച്ചു പോയി, അല്ലെങ്കിൽ അവരെ പറ്റിച്ചു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൈഡിലാണ് ന്യായം. അവരോട് പൗലോസ് പറയുകയാണ്, എടാ നീ സഹിക്കുക, നീ കോടതി കയറണ്ട, നിങ്ങളുടെ ഇടയിലുള്ള ആളുകളുമായിട്ട് പ്രശ്നം തീർക്ക്. ഇനി പ്രശ്നം തീർത്തില്ലേൽ നിങ്ങൾ സഹിക്കുക. പ്രശ്നം തീർത്താൽ നിങ്ങൾക്ക് നഷ്ടം വന്നു, കുഴപ്പമില്ല. പക്ഷെ അടുത്ത വാചകം പറ്റിക്കുന്നവനോട് പറയുകയാണ്, കച്ചവടത്തിൽ നെറി കാണിക്കാത്തവനോട് പറയുകയാണ്, ജീവിതത്തിൽ അക്കൗണ്ടബിലിറ്റി കാണിക്കാത്ത സഹോദരനോട് പറയുകയാണ്, ഡു യു നോട്ട് നോ that the unrighteous will not inherit the kingdom of God? അനീതി കാണിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. And so he is not talking. So I first thought that Paul is very one-sided. അല്ലേ, പോൾ വളരെ one-sided ആണ് സംസാരിക്കുന്നത്. But the next person he's talking to is like, if you are continuing to be unrighteous in your act, brother, you will not inherit the kingdom of, നീ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. അടുത്ത വാചകം പൗലോസ് പറയുകയാണ്, ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഇത് നിന്റെ സ്ഥിരം പണിയാണെങ്കിൽ, if you are somebody that is defrauding brother continuously, if you are having ruthless business practices, if you are having ruthless financial mechanisms, then you will not inherit the kingdom of God. And so Paul takes that language to the next level. He says, do not be deceived. Neither the sexually immoral, nor idolaters, nor adulterers, nor men who practice homosexuality, nor thieves, nor the greedy, nor drunkards, nor revilers, nor swindlers will inherit the kingdom of God. Let me quickly wrap up. 5-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ആരംഭിച്ചത്? സെക്ഷുവൽ ഇമ്മോറാലിറ്റി. 6-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗം മുതൽ വീണ്ടും സെക്ഷൽ ഇമ്മോറാലിറ്റി. 7-ാം അധ്യായത്തിൽ അതിന്റെ തുടർച്ച സെക്ഷൽ പ്യൂരിറ്റി ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഇത്രയും ഗൗരവമുള്ള വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലേ, 5-ാം അധ്യായത്തിൽ ആ ഫ്ലോ ഇങ്ങനെ വന്നിട്ട് 6-ാം അധ്യായത്തിൽ ദാണ്ട് നിങ്ങളുടെ ഇടയിൽ കോടതിയിൽ കേസിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ സാരം, അല്ലേ, വാട്ട് വാസ് ദ ഫ്ലോ? സോ പോൾ ഈസ് എസെൻഷ്യലി ടോക്കിംഗ് അബൌട്ട് sins that are habitual. And Paul is saying sexual immorality is a problem. You should have sexual purity. Your life has to be clean. You should be washed by the blood of Jesus Christ. You should have church discipline. You should treat that sin in a very serious manner. അതേപോലെ തന്നെ നിങ്ങളുടെ സഭയിൽ ഇപ്പം വഴക്ക് നടക്കുന്നുണ്ട്. ആ വഴക്കം നിങ്ങൾ ശ്രദ്ധിച്ചോണം. You rather suffer wrong. And then he comes and he talks about sins that are all of the same category. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഉണ്ടല്ലോ, the first 5 sins, 1 sexual immorality, idolatry, homosexuality, ഈ 4 കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായി ഞാൻ പഠിപ്പിക്കുമ്പോൾ പോലും എൻ്റെ ശബ്ദം ഭയങ്കര ലൗഡാവും. സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറയും. പക്ഷെ ഗ്രീഡി, ഡ്രങ്കേഴ്സ്, റിവൈലേഴ്സ്, സ്വിൻഡിലേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ശബ്ദം ലോയാവും, അല്ലേ? നമ്മുടെ കൾച്ചറിൽ അത് അങ്ങനെയാണ്, അല്ലേ? നമ്മുടെ സഭയിൽ സെക്ഷലി ഇമ്മോറാലിറ്റി വന്ന ഒരു സഹോദരൻ ഉണ്ടെന്ന് വെച്ചോ, അദ്ദേഹത്തെ കാണും നമ്മൾ എന്ത് പറയും? അവൻ ഇനി അവനെ ഈ പരിസരത്തെ കാണാൻ പാടില്ല. ഇനി സ്ഥിരമായിട്ട് പണം പറ്റിക്കുന്ന ഒരു സഹോദരനാണെങ്കിൽ നമ്മൾ സഹോദര പോട്ടെ, നന്നാകണം കേട്ടോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? There is a degree of difference when we treat sin. So now Paul is making it very clear and saying ഇതെല്ലാം ഒറ്റ കാറ്റഗറിയാണ്.
ഇതെല്ലാം ഒറ്റ കാറ്റഗറിയാണ്. സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത് യൂസിങ് യുവർ ബോഡി ഫോർ ദാറ്റ് വിച്ച് ഇസ് നോട്ട് ലീഗലി ബൗണ്ട് ബൈ ഗോഡ്. Idolatry, those that see God, those that see things or actions more than God. Adultery, those who are in marriage who does not follow sexual purity in marriage. Homosexuality, it was a big issue. 15 Roman emperors, 14 പേരും bisexual emperors ആയിരുന്നു. So homosexuality was practiced very widely. It is being practiced very widely today in any cartoon, in any series, which we will talk in detail in the next class. This is a big issue that's going on even today. It was a big issue going on then. Paul is saying that is also a problem. But look at the next list. Nor thieves. എന്ന് വെച്ചാൽ ദ ഗ്രീഡി ആൻഡ് ദ തീവ്സ്, ദോസ് ഹു ആർ ഗ്രീഡി, പണത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, ആളുകളുടെ പ്രൈസിന് വേണ്ടി ഗ്രീഡി ആകുന്നവർ, അവകാശങ്ങൾക്ക് വേണ്ടി ഗ്രീഡി ആകുന്നവർ. ഗ്രീഡി ആറ്റിറ്റ്യൂഡാണ്. അതിന് മുമ്പ് എന്താ പറയുന്നത്? തീവ്സ്. ഗ്രീഡി ആയ ആൾക്കാർ കള്ളന്മാരും കൂടെയാണ്. മനസ്സിലായി? അർഹിക്കാത്തത് എടുത്തുകൊണ്ട് പോകും. ഗ്രീഡി ഇസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹാർട്ട്. തീവ്സ് ആർ ദ വൺസ് ഹു പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. Are you with me? The thieves, the greedy. അടുത്തത് drunkards, സെൽഫ് കൺട്രോൾ ഇല്ലാത്തവർ. അടുത്തത് റിവൈലേഴ്സ്, പരദൂഷണം പറഞ്ഞ്, ഗോസിപ്പേഴ്സ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നിരന്തരം സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ റിവൈലേഴ്സ് who keep on talking bad about people. അടുത്തത് swindlers. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ തട്ടിപ്പും അല്ലെ ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ the original language is referring to not only illegal matters. I'll tell you how I thought about it. I thought it was all illegal stuff that Paul is talking about in swindlers. But if you go to the root language, it also talks about ruthless business practices. Are you with me? Not just illegal practices, ruthless business practices. Legal ആയിരിക്കും, നിയമത്തിന്റെ മുമ്പാകെ ഒരു പ്രശ്നവും കാണത്തില്ല. പക്ഷെ റൂത്ത്ലെസ് ബിസിനസ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ ഒരു നെറിയുമില്ലാത്ത കച്ചവടങ്ങൾ, ഒരു ന്യായമില്ലാത്ത അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത നിലയിലുള്ള പ്രാക്ടീസസ്. കോടതി മുമ്പാകെ, സമൂഹത്തിൻ്റെ മുൻപാകെ, ടാക്സ് ആസ്പെക്റ്റിൻ്റെ മുമ്പാകെ അതൊക്കെ ലീഗലായിരിക്കാം. പക്ഷെ റൂത്ത്ലെസ് ബിസിനസ് അല്ലേ? നമ്മൾ ചില കടകളിലൊക്കെ പോകുമ്പോൾ അല്ലേ 50 രൂപയുടെ സാധനം 30% വിൽക്കുന്നവരുണ്ട് അല്ലേ, 200% ലാഭത്തിൽ വിൽക്കുന്നവരുണ്ട്, 1500% ലാഭത്തിൽ വിൽക്കുന്നവരുണ്ട്, 16 അല്ലേ? Are you with me? Ruthless business practices. So Paul is saying, ഈ കാറ്റഗറിയിൽ നിങ്ങൾ ഹാബിച്വൽ സിൻസ് നടത്തുന്നവരാണെങ്കിൽ എടാ നീ ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പൗലോസ്. യു വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സമയം അവസാനിപ്പിച്ചു, ഞാൻ നിർത്തിട്ടെ. എന്തോ that you have no part in God's kingdom. It's not that you will lose your salvation. It's very clear from other texts of Corinthians and other parts that those who practice this habitually, it is proof and evidence that the Holy Spirit is not preparing you for the life of eternity. And therefore you are still in your old self and old sin. And therefore the absolute proof of your habitual sin is that you are not saved. It's not that you will lose salvation, but you're not saved. If that habitual sin is, see, ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ, ആ കയറിൻ്റെ എക്സാമ്പിൾ, നിത്യതയ്ക്ക് വേണ്ടി ദൈവം എന്നെ മെച്യൂരിറ്റിയിലേക്ക്, വിശുദ്ധിയിലേക്ക് എന്നെ നടത്തുമ്പോൾ ഞാൻ നിരന്തരമായി ഇതുപോലുള്ള പാപങ്ങളിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൂഫ് ദാറ്റ് ഐ ആം ലിവിങ് കോൺട്രറി ടു ദ വർക്ക് ഓഫ് ദ സ്പിരിറ്റ് ഇൻ മൈ ലൈഫ്. Either I am doing that and I am repenting and I am keeping on repeating it, or I don't have any repentance of my sin and I continue in my habitual sin thinking that I am saved. And that comes to the next point. Verse 11. And such were some of you. മലയാളത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നിങ്ങളും ചിലർ ഈ വക ആയിരുന്നു. You were like these people. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകിയ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച് ഇരിക്കുന്നു. You were washed, you were sanctified, you were justified in the name of the Lord Jesus Christ and by the Spirit of our God. If you look at any problem that Paul talks in Corinthian church, you know how he ends or how he brings a solution? It's always the cross of our Lord Jesus Christ. ഞാൻ പൗലോസിന്റെ മറ്റുള്ള ലേഖനങ്ങളും വളരെ ക്വിക്ക്ലി ഞാൻ 3-4 ദിവസമായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. Every problem that has in the church,
He talks about the gospel. He talks about the cross. He talks about the working of the Holy Spirit. Everything revolves around the cross. Everything. And so Paul is saying, if you have a problem, അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നാലാം അധ്യായത്തിൽ നിങ്ങൾക്ക് പ്രൈഡ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആറാം അധ്യായത്തിൽ നിങ്ങളുടെ സഭയിൽ സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടോ, നിങ്ങൾ മനുഷ്യരെ പറ്റിക്കുന്നവരാണോ, പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ളവരായിരുന്നു മുമ്പാകെ, ഇപ്പോൾ നിങ്ങൾ വിശുദ്ധീകരിച്ചു, നിങ്ങളെ കഴുകി, നിങ്ങളെ നീതീകരിച്ചു, നിങ്ങളെ ദൈവസന്നിധിയിൽ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. So every problem in the church, the solution and the power and the transformation comes through the gospel of our Lord Jesus, which I will explain to in detail next week. But let me close quickly the applications. One, the obvious application: are you part of the kingdom of God? Are you washed? Are you justified? Are you sanctified by the name of our Lord Jesus Christ? പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഞായറാഴ്ച കേട്ട ചോദ്യമാണ്, are we really saved? Second, if you consider yourself as part of this church, Palarivattam Church, or any local church for that matter, do you commit yourself to the ruling, to the governance, to the structure, to the discipline of our church? Are you willing to submit yourself to the governance of the church? Are you willing to submit yourselves and your problems and your grievances to the leadership of this church? Or do you want to take it outside and hang your dirty laundry? If you want to do that, you rather not be part of the church. If you are part of the Palarivattam Brethren Church, if you are part of the local church, we are absolutely expected to abide by the church governance. And so church membership is not a Sunday, Wednesday, Friday coming and going business. It is an accountable community that Paul is driving us to. Another issue, in matters of dispute, സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ try to talk it out. അല്ലേ? If you can find a negotiator between you, do it. If you can go to the leaders, do it. If you want the church to get involved, do it. But let that boundary be very clear. Do not take it outside. സഹോദരിമാർ തമ്മിൽ പ്രശ്നമുണ്ടോ? Speak with the elder sisters. സഹോദരന്മാർ തമ്മിൽ പ്രയാസമുണ്ടോ? നിങ്ങൾക്ക് ഒരാളെ വേണോ തീർക്കാൻ? You use people of this church that are subject to God's wisdom and holiness and who will do it justly. And there will be people to do it. If you need more than one, you can ask the elders. You need more than 10, the church will get involved. Everything that is in our life revolves around this church dynamics. കാരണം ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ടാണ് ദൈവം നിത്യതയിലേക്ക് നമ്മളെ വാർത്ത് എടുക്കുന്നത്. ആൻഡ് സോ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ our life, the entirety of it, the aspect of it, the macro view of our life is eternity. And so towards that journey, let us take our step and play. And those who try to take benefits from other people, അല്ലേ, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒന്ന്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. രണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഈ പഴയ സ്വഭാവത്തിൽ നിന്ന് പുതിയ സൃഷ്ടിയായി മാറാൻ ദൈവസഭയുടെ പ്രാർത്ഥനയും വ്യക്തിപരമായ നിങ്ങളുടെ ആഗ്രഹവും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പോയിന്റുകൾ മിസ്സായി. ബട്ട് നെക്സ്റ്റ് വീക്ക് ഇസ് എ മോർ സീരിയസ് ഇഷ്യൂ. ചാപ്റ്റർ 6 വേഴ്സ് 12 onwards നിങ്ങൾ വായിക്കണം. വളരെ സ്പഷ്ടമായ ഒരു ആത്മീയ വിഷയത്തിലേക്ക് പൗലോസ് പോവുകയാണ്. ഹൗ ഡു വി വ്യൂ സെക്ഷുവൽ ലൈഫ്സ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ആർഗ്യുമെന്റ്. കൊരിന്ത്യ സ്ഥലത്ത് യവന ഭാഷയിൽ ഇന്ന് സംഭവിക്കുന്ന അതേ തത്വം, the body is immaterial, the soul is for eternity. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് എനിക്ക് എന്ത് വേണേലും കഴിക്കാം, എനിക്ക് എങ്ങനെ വേണേലും ജീവിക്കാം, എന്തിനും എൻ്റെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് ഈ ശരീരത്തെ ഉപയോഗിക്കാം. And therefore Paul is bringing that argument and trying to tell you from the scripture why your body is important. And there also, if you read chapter 6 and you come back, അവിടെയും ഈ നിത്യതയുടെ ആസ്പെക്റ്റ് ആണ് പൗലോസ് പറയുന്നത്. And it is a very beautiful argument, and especially for youths, it will be very pleasing to our heart and it will touch our hearts on how Paul takes our perspective on our future of our sexual lives and the way forward for it. So thank you so much for listening. May the good Lord bless you.